ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നൈറ്റ് റൊട്ടീൻ എന്ന് പറയാൻ പറ്റില്ല, നൈറ്റിലൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഫുഡിൻ്റെ പണിയിലേക്ക് ഇങ്ങനെ കിടന്നിട്ടുണ്ട്. അതായത് നെയ്പ്പത്തിന് അരച്ചത് ഉണ്ട് ചൂടാൻ വേണ്ടിയിട്ട് ഓൾറെഡി. അപ്പം ഞാൻ വിചാരിച്ചു ചിക്കൻ പൊരിച്ചതും മയണീസും അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി കറികൾ മസാലകളൊക്കെ തന്നെ കൂട്ടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം കോഴിയൊക്കെ ഇതാ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് മസാല ഇട്ട് പരക്കണം. അപ്പം പരക്കിയിട്ട് ഇവിടെ വെക്കുന്നൊന്നുമില്ല, എന്താ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല. പരക്കോടെ നമുക്ക് പൊരിക്കാനിടാം. പൊരിയുന്ന ടൈം കൊണ്ട് നമുക്ക് എന്താക്കാം, മയണീസ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഉപ്പിട്ടു. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇടാം കേട്ടോ. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക്, അപ്പം ഈ പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗരം മസാല കുറച്ച് മതി കേട്ടോ, കുറച്ച് ഗരം മസാല. അതുപോലെ തന്നെ കുരുമുളകും ആവശ്യത്തിന് മതി, അധികം വേണ്ട. ഓക്കെ, അപ്പോൾ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് സിർക്കയാണ്, അതായത് വിനാഗിരി. അപ്പോൾ കുറച്ച് സിർക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം കുറച്ച് സിർക്ക ഒഴിച്ചു. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ തന്നെ ചിക്കൻ്റെ മസാല റെഡി. ഇത്ര ഇട്ടാൽ തന്നെ നമ്മുടെ മസാല നല്ല അടിപൊളി ടേസ്റ്റാണ്. സോസും കാര്യങ്ങളും ഒഴിക്കണമെന്നില്ല. സോസ് വേണമെങ്കിൽ ഒഴിക്കാൻ, സോസൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇത്ര ഇട്ട് വിറക്കിയിട്ട് പൊരിച്ചാൽ തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് മതി. അപ്പോൾ അതൊരു കുറച്ചിട്ടു. നമുക്ക് മുട്ട ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ മറന്നു കേട്ടോ, സോറി, കോൺഫ്ലോർ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ ക്രിസ്പിനെസ് പുറത്ത് കിട്ടണമെങ്കിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കോഴി എടുത്തുകൊണ്ട് കുറച്ച് കോൺഫ്ലോർ, നിങ്ങൾക്ക് നിങ്ങൾ എത്ര കോഴി എടുത്തോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുട്ട ആഡ് ചെയ്യണമെങ്കിൽ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുട്ട ആഡ് ചെയ്താൽ തന്നെ അതുപോലെ കുറച്ച് നമുക്ക് നല്ല ക്രിസ്പിയും കാര്യങ്ങളൊക്കെ കിട്ടും. മുട്ട ഇട്ടാൽ ക്രിസ്പി ആയിട്ടില്ല, ഒരു സ്പഞ്ച് പോലെ ആയിക്കോട്ടെ കുറച്ച് മുട്ട ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ പൊരിച്ചാൽ അപ്പം തന്നെ തിന്നുകയാണെങ്കിൽ മുട്ട ഇടുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. അല്ലാത്ത സമയം മുട്ട ഇടാണ്ട് ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എനിക്കിപ്പോൾ മുട്ട മയണീസിന് ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ഇടുന്നില്ല. ഞാൻ ഒരു മുട്ടക്കാണ് മയണീസ് ആക്കുന്നത്. ബിക്കോസ് ഷെൻജാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഓവർ മയണീസ് ആക്കിയിട്ട് കളയാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒറ്റൊരു മുട്ടക്കാണ് മയണീസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ ഏതാണ് കാണും. ഇത്ര ഇൻഗ്രീഡിയൻസ് ഇട്ടാൽ നമ്മളെ ചിക്കൻ ഇവിടെ നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ആവശ്യമുള്ളതായിട്ട് മാത്രമാണ് പൊരിക്കുന്നത്. കാരണം ഷെൻജുമ്മാരും കൂടെ വേറൊരു ഫംഗ്ഷന് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പം നൈറ്റിൽ ഇപ്പം എനിക്ക് മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് തന്നെ ഒരു 2 പീസ് അല്ലെങ്കിൽ ഒരു 3 പീസ് ചിക്കൻ മാത്രമാണ് ഇപ്പോൾ ഞാൻ പൊരിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇത് പണ്ടൊന്നും ഈ പൊട്ടിൻ്റെ പീസ് അധികം വലിയ ഇഷ്ടമല്ല, കാലും കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് പൊട്ടിൻ്റെ പീസ് കുറച്ചൊക്കെ ഇഷ്ടമാണ്. പൊതുവെ ഇറച്ചി പീസും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആളാണ്. പിന്നെ വിങ്സ് ഉണ്ടല്ലോ, അത് കഴിക്കും, അത് ഇഷ്ടമാണ്. അല്ലാണ്ട് ബാക്കിയുള്ള പൊട്ടിൻ്റെ പീസ് അങ്ങനെ കഴിക്കൽ കുറവായിരുന്നു. പക്ഷെ ഇപ്പം കഴിക്കും. പക്ഷേ എൻ്റെ ഷെൻറ്റ് നേരെ തിരിച്ചാണ്. അപ്പോൾ പൊതുവെ കൊട്ടനാൻ തിന്ന ആളാണ്. നമുക്ക് ചില സമയത്ത് ചില പൂതിയാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളവരിൽ എനിക്ക് വേറെ നല്ല ഇറച്ചി മാത്രമുള്ള പീസ് ഇതാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം പൊരിക്കാനിടാം. അപ്പം ഞാനിപ്പോൾ എനിക്കിത് എന്താണ് ഇത് മതിയെന്ന് തോന്നുന്നത്. ഈ ഒരു 4 പീസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, കാരണം പൊരിച്ച് കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി ചെറിയ പീസാക്കിയിട്ടാണ് പരക്കിയത്. അപ്പോൾ പൊരിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ചുരുങ്ങും. അതുകൊണ്ട് ഞാൻ 4 പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയില്ല, ഈ ഒരു കാലിനൊക്കെ ചുരുങ്ങിയിട്ട് വളരെ ചെറുതാവും അത്. അപ്പോൾ നമുക്കിതാ
മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റൊരു മുട്ടക്കാണ് ആക്കുന്ന പറഞ്ഞ്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിനാവശ്യമായ കുറച്ച് ഉപ്പിട്ട് ഇനി നമുക്ക് സിർക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. ഇനി ചമ്മടുത്തനുണ്ടല്ലോ സിർക്ക് വയ്ക്കാം. അപ്പോൾ സിർക്കയും കൂടി അയച്ചു. നമുക്ക് ഞാൻ എപ്പോഴും മൈനസാക്കുമ്പോൾ ഒരു അടി അടിച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് ഓയിൽ ചേർത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്കിത് അടിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് ഒരു അടി അടിക്കാം കേട്ടോ. ഇത് ഓക്കെ. അപ്പോൾ ഒന്ന് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് എന്തെടുക്കാം ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ ചേർക്കാം, അടിക്കാം. നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചിടാം. മയോണൈസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. മയോണൈസ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ചിക്കൻ പൊരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നെയ്പ്പത്തിലും കൂടി ചുട്ടിട്ട് കഴിക്കാൻ വേണ്ടി. ഓക്കെ, അങ്ങനെ നമ്മുടെ മയോണൈസും ഇവിടെ റെഡിയായി. ഇനി ഞാൻ നെയ്പ്പത്തിന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പോയി ലോ ഫ്ലെയിമിൽ എടുക്കണ്ടായിരുന്നു, വേവട്ടെ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ എടുക്കുന്നുണ്ട് പൊരിയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അപ്പുറത്ത് സൈഡ് പൊരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മസില കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നെയ്പ്പത്തിൻ്റെ പുട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പുറത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. എനിക്ക് വേണ്ടത് മാത്രം ഇപ്പം ഞാൻ ബോൾസാക്കാൻ പോകുന്നു. അപ്പം എത്രയെന്നൊന്നും പറയുന്നില്ല, ചിലപ്പോൾ എത്രയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ നേട്ടണ്ട. ഓക്കെ, അപ്പം നമുക്ക് എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ബോൾസാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് ഷെൻഡുവിന് രാവിലെ ചുട്ടു കൊടുക്കാം. ഷെൻഡുവിന് എനിക്ക് എന്നാലും രാവിലത്തേക്ക് രണ്ടാൾക്ക് കൂടി ഉണ്ടാവും. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ദോശക്ക് ഇറക്കാൻ പോയടുത്തുനിന്ന് നെയ്പ്പത്തിലാക്കിയതാണ് കേട്ടോ. അരിപ്പൊടി ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ് ഈ ഒരു സംഭവം. നെയ്പ്പത്തിന് പെട്ടെന്ന് എന്താണ് മാവ് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ബോൾസാക്കിയിട്ട് കാണാം. ഇത് പൊരിഞ്ഞോന്ന് അറിയില്ല. നല്ലോണം പൊരിഞ്ഞു. അപ്പം എൻ്റെ കോഴിയൊക്കെ കുറച്ചധികം പൊരിഞ്ഞു പോയി. കരിഞ്ഞിട്ടില്ല, പൊരിഞ്ഞതാണ് കേട്ടോ. നിങ്ങളാരും നേട്ടണ്ട. വീഡിയോയിൽ കണ്ടിട്ട് ക്യാമറയിൽ വളരെ കളറാണ് കാണുന്നത്. ആരും ബേജാറാവണ്ട. ഓക്കെ, അപ്പോൾ അപ്പുറത്ത് വരുന്നത് പൊരിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ മതി ഇതായി. ഞാനിപ്പോൾ എൻ്റെ കോഴി വെച്ചെടുക്കുകയാണ്. അപ്പം എണ്ണ ആറുന്നവരെ ഇതിൽ തന്നെ ഇടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്പ്പത്തിന് ഇട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിച്ചതായി. ഞാൻ തീ ഓഫാക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ കിച്ചണിൽ ലൈറ്റ് വീട് സൈഡായത് അപ്പോൾ കുറച്ച് ലൈറ്റ് കുറവായിരിക്കും, ക്ഷമിക്കുക. അപ്പം ഞാനിതാ നെയ്പ്പത്തിലെല്ലാം ചുടുന്നതൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് കാണിച്ചു പോകുന്നു മാത്രം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രസ്സിൽ വെച്ച് അതിനുശേഷം ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുക്കാം. റൗണ്ട് ഷേപ്പിലൊരു പ്ലേറ്റ് എടുത്തിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല റൗണ്ട് ഷേപ്പ് കിട്ടും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, എണ്ണ ചൂടായോ? ചൂട് ഞാനിപ്പോൾ കുറച്ച് മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെയ്പ്പത്തിൽ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ എണ്ണയിൽ തന്നെയാണ് നെയ്പ്പത്തിൽ ഇടുന്നത്.
അപ്പോൾ എണ്ണ അല്ല ഫ്ലെയിം കുറച്ച് തീ കുറച്ച് വെച്ചോണ്ട് ഇച്ചിരി എന്തായിട്ടുണ്ട്, തീ കുറഞ്ഞു പോയിട്ടുണ്ട്. കാര്യമില്ല, നെയ്പ്പത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അടുത്ത നെയ്പ്പത്തിൽ ശരിയാക്കാം. നമുക്ക് നമ്മൾ നെയ്പ്പത്തിൻ്റെ എടുക്കാം. ഇത് പൊങ്ങി വരുന്നതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. ഇപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് എന്തായി ചൂടിപ്പോയി. അയ്യോ, നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ ഇനി എല്ലാ നെയ്പ്പത്തിലും ഞാൻ പൊരിക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇത്, കാരണം രാത്രി പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് മാത്രം. ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കഴിക്കുമ്പോൾ കാണാം. ഞാൻ ഫൈനലി നമ്മുടെ നെയ്പ്പത്തിൽ കോഴി പൊരിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ടി വി ഒക്കെ വെച്ച് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കഴിച്ച് കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടി വി നോക്കിക്കൊണ്ട് കഴിക്കാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഒരു തമ്മിൽ നമുക്ക് സെറ്റാക്കിയിട്ട് വെച്ചേക്കാം. ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു നെയ്പ്പത്തിൽ നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഒരു കാലെടുത്തിട്ടുണ്ട്. നമുക്ക് മയണീസ് കഴിക്കാം. അപ്പോൾ മയണീസ് കൂടി വെച്ചു. നമ്മൾ എന്താക്കാൻ പോവാണ്, കഴിക്കാൻ പോകാനായിട്ട്. അപ്പോൾ കാണുന്നുണ്ടോ ചോദിക്കുന്നു. അപ്പം നല്ല ചൂടുള്ള നെയ്പ്പത്തിലും നമുക്ക് തട്ടുകട ഫുട്പാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുമല്ലോ ഇങ്ങനെ നെയ്പ്പത്തിലും കൊഴിയച്ചി മൈനസൊക്കെ അതുപോലെ. അപ്പോൾ ഇതാ ഒരു പീസ് എടുത്തു, കുറച്ച് മൈനസ് നോക്കാം, സ്പീൻ കൂട്ടി അങ്ങോട്ട് കഴിക്കാം. അല്ലേ വാ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിരുന്നു. ബൈ.